അവനകത്തായത് കൊണ്ടാണ് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നേനെ. നിന്നെ അവനെ ഒരേ അച്ഛന് വാർത്ത പോലെയുണ്ട്. എന്റെ കണ്ണു തന്നെ തള്ളിപ്പോയി. നിന്റെ അച്ഛനെ എനിക്ക് അത്ര വിശ്വാസം പോരാ. എടാ ഇത് അവൻ തന്നെയല്ലേടാ? നോക്കേ, ഹീറോ എന്ന് എഴുതിയിരിക്കുന്നത്. പത്രക്കാരുടെ കാര്യമല്ലേ, സർക്കുലേഷന് വേണ്ടി അവന്മാർ എന്ത് വൃത്തിയോട് എഴുതും. എടാ അതൊക്കെ അതിന്റെ വഴിക്ക് കിടക്കും. നീ എന്തിനാ വെറുതെ തലമുണ്ടാക്കുന്നത്? എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അവനെ കുറിച്ച് എനിക്കെല്ലാം അറിയണം. നീയൊക്കെ ഈ ഫാക്ടറി പൂട്ടിക്കും പറയുന്നു. പക്ഷെ ഗവൺമെന്റ് നടത്തിക്കോ എന്നാ പറയുന്നത്. ഫാക്ടറിക്ക് പെർമിഷൻ തന്നിരിക്കുന്നത് മെഡിസിൻ ഉണ്ടാക്കാനാ, ചരസും ഹെറോയിനും പോലുള്ള ഡ്രഗ്സ് ഉണ്ടാക്കാനല്ല. നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കുന്ന ഡ്രഗ്സിന്റെ പൊല്യൂഷൻ കുട്ടികളിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. നിരപരാധികളായ കുറെ പേർ ഇതിനോടകം മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഫാക്ടറി അടച്ചു പൂട്ടണം. പൊല്യൂഷൻ ഫാക്ടറി നല്ലടാ. പെർമിഷൻ ഇല്ലാതെ നീയൊക്കെ കിട്ടിയ കുടിലുകളിൽ ഇന്ന് തന്നെ നിന്റെയൊക്കെ ചറ്റക്കൂരയും പൊളിച്ച് പൊയ്ക്കോണം. കേട്ടോടാ? പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ കുടിലുകളല്ല, തന്റെ ഫാക്ടറിയാണോ? പൊളിക്കാൻ പറഞ്ഞാൽ ഉടനെ പൊളിക്കാൻ. നിന്റെ തന്ത ഉണ്ടാക്കിയ മുതലല്ല, 1000 കോടി മുടക്കി ഞാൻ ഉണ്ടാക്കിയ ഫാക്ടറിയാടാ. മനുഷ്യ ജീവനേക്കാൾ വലുതല്ലടോ തന്റെ കോടികൾ. എടാ പ്രവീൺ, പറയൂ ഭയ്യ. ഒരുത്തരെ താക്കീത് ചെയ്താൽ 10 പേര് പേടിക്കും. അടിച്ചാൽ 100 പേര് പേടിക്കും. കൊന്നാൽ 1,00,000 പേര് പേടിക്കും. കൊന്നേ മുകളിൽ പൊല്യൂഷൻ ഉണ്ടാവില്ല. ഈ ചെറ്റയുടെ കൂടെ നിങ്ങൾക്കും മുകളിലേക്ക് പോകണമെന്നുണ്ടോ? എന്നെ എതിർക്കാൻ ഈ കൽക്കട്ടയിൽ ആരും ഉണ്ടാവരുത്. അതിന് ശ്രമിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും അവൻ ജീവിക്കരുത്. ശരിക്കും അങ്ങോട്ട് നോക്ക്. എടി അവൻ വരും, നീ ഒന്ന് അടങ്ങ്. അയ്യോ, ആ ദേ സിദ്ധു. സിദ്ധു ഹായ് ചേച്ചി. സുഖല്ലേടാ? ഹായ് സിദ്ധു. പിന്നെന്തൊക്കെയാ, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തോ? ഒരുവിധം ഓക്കെ അളിയാ. എന്താ ഇത്? അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനെന്താടി, അളിയനെ കണ്ടിട്ട് കുറെ കാലമല്ലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്ത് വന്നാ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. കൂടുതൽ സംസാരിക്കണ്ട, അത്ര തന്നെ. 10th ക്ലാസ് എക്സാമിന് മിണ്ടാതിരുന്ന് പഠിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയവന് ഇപ്പോഴും മിണ്ടാതിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ റെയിൽവേ എക്സാമിനും ഇവൻ ഫസ്റ്റ് വാങ്ങിക്കും. നമ്മുടെ നല്ല സ്ട്രോങ് മൈൻഡാ ചേച്ചി. മിണ്ടിയ മാത്രമല്ല, അടിച്ച് പൊളിച്ച് ബേളം വെച്ചാൽ പോലും ഒരക്ഷരം മറന്നു പോകില്ല. അതൊന്നും എനിക്കറിയണ്ട, നീ കൂടുതൽ മിണ്ടണ്ട, അത്ര തന്നെ. അളിയ ഇവളെന്താ ഇങ്ങനെ മിണ്ടരുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? മന്ദബുദ്ധിയുള്ള മൈൻഡ് ഉണ്ട് അളിയാ. എടാ നമുക്ക് പോവാം. ഞാൻ ഒരു കൂലിയെ വിളിക്കാം. എന്തിനാടാ? അളിയനില്ലേ? സിദ്ധു വേഗം കുളിച്ച് റെഡിയായിക്കും. ചേച്ചി എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നീ വേഗം കുളിച്ച് റെഡി ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. എന്താ ഇങ്ങനെ നോക്കുന്നു സിദ്ധു? ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ. എടി നീ ഒന്ന് ഈ തുണി കൊടുക്ക്, അല്ലെങ്കിൽ ഡോർ അടയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകും. അതെയോ? ഇപ്പൊ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സകലതും ശരിയായി. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.